Thank God for this beautiful day God has given in our lives to come to His presence. നമ്മുടെ ജീവിതത്തിൽ ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for the wonderful time we had yesterday. ഇന്നലെ ലഭിച്ച ആ നല്ല സമയത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I say that because I'm still in pain. ഇപ്പോഴും ശരീരത്തിൽ വേദനകളുണ്ട്. I was thinking something. ഞാനൊരു വിഷയം ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഇപ്പോൾ പാട്ട് പാടുകയായിരുന്നു, നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം. We sang the song saying we should fight the good fight and run our race. എനിക്ക് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ കുറച്ച് ഓടിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. I don't know if if it's because we ran a little bit yesterday. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. I'm talking about myself. അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇളകിയതും ഒരു കാലിനൊരു ചെറിയ വേദനയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. I have some pains here in the body here and there. നിങ്ങൾ അങ്ങനെ ഓടുമ്പോൾ ശരീരത്തിൽ ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് ശരിയാവും. If you have a pain in the body, it'll get healed in a couple of days. പക്ഷേ ആത്മീക ഈ ഓട്ടത്തിൽ, ഈ പോരാട്ടത്തിൽ, but in this spiritual race, in this battle that ഒരാഴ്ച ഒന്ന് സ്ട്രെച്ച് ആയാൽ അതിന്റെ പെയിൻ ഉണ്ടാകുന്നുണ്ടോ? If we are stretching a little bit, do we have that pain? എൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളെല്ലാവരും ശക്തമായി തന്നെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ ഓട്ടം തികയ്ക്കുവാനുള്ള ആർജതയോടെ അല്ലെങ്കിൽ ആ പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ ഓടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. My prayer is that we are not discouraged by any of those pains, but we will continue to fight and strive forward in our spiritual race. Praise God. Amen. I want to welcome all of you to this service. I pray that today's service will be a blessing as we continue in the presence of the Lord. ഇന്ന് നമ്മുടെ സഭായോഗത്തിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയമൊക്കെയും ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. Next weekend we have our convention coming up. അടുത്ത ആഴ്ച നമ്മുടെ കൺവെൻഷൻ ഉണ്ടല്ലോ. We'll talk about all those things later. Let's turn our attention to the gospel according to John chapter 1 and we are going to read verse 1. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. In the beginning was the word and the word was with God and word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the word and the word was with God and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. You know, I'm going to start a new series today. ഇന്നൊരു പുതിയ പരമ്പര ആരംഭിക്കുന്നു. From the book of John, because I felt in my heart that the times in which we are living, we need to do a series from John. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു പുതിയ പരമ്പര ആരംഭിക്കണമെന്ന് ഈ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അനിവാര്യമെന്ന് എനിക്ക് My prayer and my desire that Lord will really work in our hearts. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. Not only today, whenever we will be looking at the scriptures. ഇന്ന് മാത്രമല്ല നാം ദൈവവചനം പഠിക്കുമ്പോഴൊക്കെയും We are living in a times which is difficult, but I don't think it's peculiar or it is anyway way different in some senses. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം ഒരു പ്രയാസങ്ങളുള്ള കാലഘട്ടമാണ്. എന്നാൽ നാം ചിന്തിച്ചാൽ അത് മറ്റു കാലഘട്ടങ്ങളെക്കാളും വളരെ വ്യത്യസ്തമല്ല. There was Jude who was the servant of Jesus Christ, brother of James, when he wanted to write a small letter to the church. യൂദ തന്റെ ലേഖനം എഴുതിയപ്പോൾ he says that I wanted to write to you about the salvation we share. നാം അനുഭവിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച് എഴുതാൻ താൻ തുടങ്ങി. But he says that I wanted to write, എഴുതിയെന്നല്ല, I wanted to write. അതിൻ്റെ യൂദായുടെ ലേഖനം 3, 4, 5 വാക്യങ്ങളാണ് ഞാനിപ്പോൾ I'm referring to those. It says that I wanted to write, I wanted to share about the salvation we share. നാം അനുഭവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച്, ഈ രക്ഷയെക്കുറിച്ച് അതിനെ പ്രബോധിപ്പിച്ച് എഴുതുവാൻ തനിക്ക് തോന്നി എന്നാണ് നാം വായിക്കുന്നത്. ഒന്ന് വായിച്ചേ, 3-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. Yes, he says that I was eager to write to you about the salvation we share. I found it necessary to write, appealing to you to contend for the faith that was delivered to the saints once and for all. രക്ഷയെക്കുറിച്ച് എഴുതുവാൻ തനിക്ക് തോന്നിയെന്ന് നാം വായിക്കുന്നു. അങ്ങനെയാണോ? Even though I wanted to write, but I am
I found it necessary. മലയാളത്തിൽ വ്യത്യാസമുണ്ടോ? I found it necessary to. പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി എന്ന് താൻ എഴുതുന്നു. For what? About what? എന്തിനെക്കുറിച്ച്? Contend for the faith that was delivered to the saints once for all. നമുക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. അതാണ് വിഷയം. Contend for the faith. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. For some people who were designated for this judgment long ago have come in by filth or by deception or secretly have entered. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവായി ഏകനാഥന് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. Correct. They are ungodly, turning the grace of God into sensuality and denying Jesus Christ, our only Master and Lord. ശിക്ഷാവിധി പൂണ്ടെഴുന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നുവല്ലോ. Amen. ഹല്ലേലൂയ. നല്ല പിക്നിക്ക് നല്ലതായിട്ട് ടയേർഡ് ആക്കിയെന്ന് തോന്നുന്നു. Okay, let's come back. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. So here Jude wanted to write about something, but he was led to write about contending for the faith which was entrusted. യൂദ ഒരു വിഷയം എഴുതുവാൻ ആരംഭിച്ചു, എന്നാൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ആ വിഷയം എഴുതുവാൻ താൻ ആരംഭിച്ചു. So the tension statement today morning is there are many who dismiss that Jesus Christ is God and also challenge our faith. ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രയാസമുള്ള ചോദ്യം ഇതാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. There was today I want to talk about the pre-existence and the incarnation of Christ. That's what I want to share with you. It may sound very complicated, but don't worry, I will explain it very simply. ഇന്നത്തെ പ്രഭാഷണത്തിൽ യേശുക്രിസ്തുവിന്റെ അസ്തിത്വവും മനുഷ്യ അവതാരത്തെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So here I am going to tell you an incident which may be familiar to many of you. നമുക്ക് പലർക്കും അറിയുന്ന ഒരു വിഷയമാണ് അത്. ഞാൻ പറയട്ടെ. You know, once I met a person. ഞാൻ ഒരു വ്യക്തിയെ ഒരിക്കൽ പരിചയപ്പെട്ടു. And that person was very eager to share the gospel with me. എന്നോട് സുവിശേഷം അറിയിക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. And as they were sharing, they came to John 1:1. താൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ യോഹന്നാൻ 1:1 And they opened their Bible. അവർ വചനം എടുത്തു, വേദപുസ്തകം എടുത്തു. And they say, in the beginning was the word, and the word was with God, and the word was a God. അവർ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ഭാഗം വായിച്ചു. Did you notice the difference? In the beginning was the word, and the word was with God, and the word was a God with a small g. അവിടെ അവർ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് വായിച്ചത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. Exactly. So with a small g. വചനം ഒരു ദൈവമായിരുന്നു. It was a New World Translation. അതൊരു പുതിയ ട്രാൻസ്ലേഷൻ ആയിരുന്നു. New World Translation. ഒരു ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. How many of you got what I'm talking about here? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? Anybody had a similar experience? അതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ? Anybody? ആർക്കെങ്കിലും? Okay. You all are saints, good people. നിങ്ങൾ നല്ല വിശുദ്ധ. Never met a Jehovah Witness. യഹോവ വിറ്റ്നസ്സുകാരെ നിങ്ങൾ പരിചയപ്പെട്ടില്ല എന്ന് തോന്നുന്നു. They are more aggressive than us. നമ്മളെക്കാളും വളരെ എരിവുള്ളവരാണ്. So one of the words they use to confuse and bring people down is by using their Bible version, which talks about the fact that Jesus was not God. ക്രിസ്ത്യാനികളെ കുഴപ്പിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന അവരുടെ ഒരു ബൈബിൾ വെർഷനാണ് വചനം യേശു ഒരു ദൈവമായിരുന്നു. They would say Jesus was not God, but rather merely a God. They believe and they justify their view of Jesus by using this phrase. യേശു ദൈവമാണെന്ന് അവർ പറയാതെ ദൈവമല്ല എന്ന് അവർ പഠിപ്പിച്ച് എന്നാൽ ഒരു ദൈവമാണെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു പോകും. And I will come back to that a little later, but I thought many of you may have had this experience. I don't know whether you have really, maybe some of you just run away when you see others. Good that. But when you talk, especially children, I want you to understand this. When you go to schools and colleges, and if you encounter something like this is going to be a word they are going to use to trick you all. എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കോളേജുകളിൽ പോകുമ്പോൾ ഇതുപോലെ കുഴിയിൽ ചാടിക്കുന്ന തരത്തിൽ നമ്മെ വചനം പഠിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കും. When somebody is sharing the gospel, don't think everything is gospel or the truth word of God. Listen carefully and make sure that they are not trying to deceive you by
twisting things here and there. ആരെങ്കിലും സുവിശേഷം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്ന് ഇങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, വചനത്തിൽ അത് ശരിയാണോ എന്ന് തന്നെ അത് പഠിച്ചു മുന്നോട്ട് So പോകണം. John was a disciple of Jesus Christ, who is also called as the beloved disciple of Jesus Christ, who wrote this gospel, which is what we are looking at, gospel according to John, or Gospel of John. യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാണെന്ന് നമുക്കറിയാമല്ലോ. യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് പലയിടത്തും എഴുതിയിട്ടുണ്ട്. താനാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം It is said എഴുതിയത്. that between AD 65 and AD 98, maybe around 80s, that John wrote this. AD 65 മുതൽ 90 വരെയുള്ള സമയത്ത് എപ്പോഴാണ് എഴുതിയതെന്ന് ചിന്തിക്കുന്നു. Jesus Christ, he had spent, like John had spent lot of time, enough time with Jesus. യേശുവിനോടുകൂടി നല്ല സമയം ചെലവഴിച്ച ഒരു Since വ്യക്തിയാണ് he യോഹന്നാൻ. was called almost even death, and after resurrection, John was a witness of all those things. മരണത്തിന്റെ ആ സമയത്തും അതിനുശേഷം പുനരുത്ഥാനത്തിന് ശേഷവും യേശുവിനെ യോഹന്നാൻ കണ്ടു. Note my word now, John is not writing to emphasize the fact that heaven is tomorrow's experience. നാളത്തെ ഒരു അനുഭവം ആണ് ഈ സ്വർഗമെന്നല്ല യോഹന്നാൻ പറയുന്നത്. Jesus for heaven is not the only goal of our faith life. ഒരു സ്വർഗത്തിലെത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. But the real experience of a Christian life is joy of experiencing that growth and living in a relationship with Jesus and becoming fruitful. എന്നാൽ ശരിയായ ഒരു ക്രിസ്തീയ അനുഭവം എന്നത് യേശുവുമായി ചേർന്നുള്ള നടപ്പ്, യേശുവുമായി ചേർന്നുള്ള ഒരു അനുഭവം, അതിലുള്ള വളർച്ചയും അതിൽ ഫലം കായ്ക്കുന്നതുമാണ്. John brings up so many things which is unique from in the four gospels. നാല് സുവിശേഷങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ യോഹന്നാൻ പ്രത്യേകിച്ച് ചിലത് പറയുന്നുണ്ട്. His perspective, the details and the information or what John has shared, you may not find in many of the other gospels. തന്റെ വീക്ഷണം, തന്റെ ചിന്തകൾ താൻ എഴുതിയിരിക്കുന്നത് മറ്റ് മൂന്ന് സുവിശേഷങ്ങൾ നാം കാണുന്നില്ല ചിലത്. Not that his thought, he is basically giving us an account of what happened to Jesus, not his thoughts, but really what has happened, what Jesus told, what Jesus taught. യേശു എന്ത് പഠിപ്പിച്ചു, യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് താൻ എഴുതുന്നത്. He records 8 miracles of Jesus Christ to show that he was not an ordinary man. യേശുവിന്റെ 8 അത്ഭുതങ്ങൾ യോഹന്നാൻ എഴുതിയിട്ട് യേശു ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് One of the first thing I want to talk to you about, basically we can see that at one point Jesus wept. ഒരു സമയത്ത് യേശു കരഞ്ഞു, കണ്ണുനീർ വാർത്തു എന്നുള്ളത് യോഹന്നാൻ. The very next moment he raises a dead man. അതിന് ഉടനെ തന്നെ ഒരു മരിച്ചവനെ ഉയർത്തി. Display of his humanity and divinity within a same time frame or within a short time frame can be seen when Jesus was at the tomb of Lazarus. ഒരേ അനുഭവത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ തന്റെ മനുഷ്യനായ തന്റെ ആ സങ്കടവും തന്റെ വികാരങ്ങളും അതുപോലെ തന്നെ തന്റെ ദൈവികത്വവും താൻ കാണിച്ചു. Looking at all the people and the sisters, everybody, and understanding the situation, Bible says Jesus wept. അവിടെ ജനത്തെ കണ്ട് തന്റെ ലാസറിന്റെ സഹോദരിമാരെ കണ്ട് യേശു കണ്ണുനീർ വാർത്തു എന്ന് വചനം എഴുതിയിരിക്കുന്നു. Sometimes people use that to say that Jesus was weak because he wept. ചിലർ പറഞ്ഞു യേശു ബലഹീനനായിരുന്നു കാരണം കരഞ്ഞില്ലേ എന്ന് പറയുന്നു. But the very next moment Jesus shouts and he calls Lazarus out of the tomb. എന്നാൽ തൊട്ടടുത്ത് തന്നെ താൻ ലാസറിനെ ഉയർത്തുന്ന അത് നമ്മൾ വായിക്കുന്നല്ലോ. We'll get to that, but also we see the 7 I am statements of Jesus in the Gospel of John. ഞാൻ ആകുന്നു എന്നുള്ള 7 വാക്കുകൾ അത് യോഹന്നാൻ സുവിശേഷത്തിലാണ് നാം വായിക്കുന്നത്. John exhibits how to have an abundant life in Christ. യേശു ക്രിസ്തുവിൽ എങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടായിരിക്കാം എന്ന് എഴുതുന്നു. An abundant life which is flourishing in the sight of God. ഒരു സമൃദ്ധിയായിട്ട് ദൈവസന്നിധിയിലുള്ള ഒരു ജീവിതം. How can you have a fruitful life? ഒരു ഫലം കായ്ക്കുന്ന ഒരു ജീവിതം. John tells, we will get to that somewhere along the line, and you all know that unless you remain in him you cannot be fruitful. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. എന്നാൽ യേശുവിൽ നാം വസിക്കുന്ന യേശുവിൽ അല്ല എങ്കിൽ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. How to lead a fulfilling life as a disciple and how to experience that kingdom living in this world. ഒരു ശിഷ്യൻ എന്ന തലത്തിൽ ഒരു നല്ല ജീവിതം എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാം, അതിന് ദൈവരാജ്യത്തെക്കുറിച്ച് നല്ലൊരു വീക്ഷണം എങ്ങനെ ഉണ്ടാകാമെന്ന് പഠിക്കുന്നു. Don't misunderstand when I say abundant life, I was not saying about abundant life in the way some people explain, but
spiritually, truthfully, how can you follow Jesus Christ in a fruitful and in a meaningful way? സമൃദ്ധിയുള്ള ഒരു ജീവിതം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കരുത്. ചിലർ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിലെ മാത്രമുള്ള സമൃദ്ധിയല്ല, എന്നാൽ ആത്മീയമായി ഒരു സമൃദ്ധി, ഒരു ഫലം കായ്ക്കുന്ന ഒരു അനുഭവം. I want to tell you, even when your bank balance is zero, you can still have a fulfilled life in the presence of Jesus Christ. നിങ്ങൾക്ക് ബാങ്കിൽ ഒട്ടും പണമില്ലെങ്കിലും യേശുക്രിസ്തുവിൽ ഒരു സമൃദ്ധിയുള്ള ജീവിതം ജീവിക്കുവാൻ You സാധിക്കും. may have a 1 million balance, still your life can be a complete mess and in disarray. എന്നാൽ $1 million ബാങ്കിൽ ഉണ്ടെങ്കിലും വളരെ പരിതാപകരമായ ഒരു ജീവിതവും ജീവിക്കാൻ സാധിക്കും. The lens or the view from where a child of God looks is not similar to how the world looks at things. ലോകം നോക്കുന്ന ആ കണ്ണിലൂടെയല്ല ഒരു ദൈവ പൈതൽ നോക്കേണ്ടത്. So this morning I wanted to tell you or remind you 3 things from the scriptures. ഈ തിരുവെഴുത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. When you read verse 1, it says, in the beginning was the word, and the word was with God, and the word was God. യോഹന്നാൻ 1:1 ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ So the ആയിരുന്നു, word ദൈവമായിരുന്നു. was with God and word was God. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. Let me tell you this morning, Jesus Christ is God. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, യേശുക്രിസ്തു ദൈവമാണ്. Jesus Christ not only was fully human, but he also was fully divine. യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, എന്നാൽ പൂർണ്ണമായി ദൈവവുമായിരുന്നു. Many years ago when we had a Bible study on Christology, I have gone into details, but this morning, so I don't want to go into the details, but let me tell you, if somebody puts Jesus at a state which is lower than this, that's not right. നാം ഇതിനു മുമ്പ് ചിന്തിച്ച വിഷയമാണല്ലോ. എന്നാൽ ആരെങ്കിലും യേശുക്രിസ്തുവിനെ ഒരു തരം താഴ്ത്തി ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഓർക്കണം. Now we heard the word incarnation. നാം ഇൻകാർണേഷൻ എന്ന പദം, അവതാരം എന്നുള്ള പദം നമുക്കറിയാമല്ലോ. Now Jesus was God in human flesh. മനുഷ്യ ശരീരത്തിൽ ഒരു അവതാരം, ജഡത്തിൽ അവതാരമായിരുന്നു. It was an act of God the Son, whereby took to himself a human nature. ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവപുത്രൻ ഒരു മനുഷ്യ ശരീരത്തിൽ മനുഷ്യരൂപമായി അവതരിച്ചു. So let's look at that, the humanity of Christ. യേശുവിന്റെ ഒരു മനുഷ്യാവതാരത്തെ കുറിച്ച് നാം ചിന്തിക്കാം. First of all, how is that possible? അതെങ്ങനെയാണ് സാധിക്കുന്നത്? This is one of the questions which has puzzled many people and which keeps many people from following Jesus or accepting Jesus. അനേകരെ കുഴപ്പിക്കുന്ന ഒരു വിഷയമാണ്. അനേകർ യേശുക്രിസ്തുവിനെ പിൻപറ്റാതിരിക്കുന്നതിന്റെ കാരണവും ഇതാണ്. I want to say a few things here about that. ഇതിനെക്കുറിച്ച് ചില വിഷയങ്ങൾ ഞാൻ പറയട്ടെ. When you read Matthew chapter 1 verses 18, മത്തായി 1:18 നാം വായിക്കുമ്പോൾ, please open up and read Matthew chapter 1 verses 18. മത്തായി 1:18. Anybody got it? Please go ahead. Yes. Yes. Before they came together, അവർ കൂടി വരുന്നതിന് മുൻപ്, that she was pregnant from the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിച്ചിരുന്നു. So it says about the fact that Jesus' birth was unique. അവിടെ നാം വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം അത് യുണീക്ക് ആയിരുന്നു. And when Holy Spirit came upon Mary, she conceived and Jesus Christ was born in that way. പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ ഗർഭം ധരിച്ചു. യേശുക്രിസ്തു അങ്ങനെയാണ് ജനിച്ചത്. Let's read Luke 1:35. ലൂക്കോസ് 1:35 നമുക്ക് വായിക്കാം. There are many verses to be read, but I'm just bringing few verses here. The rest of the things I will just say. Luke 1:35, what does it say? ലൂക്കോസ് 1:35. The angel replied to her, the Holy Spirit will come upon you, and the power of the Most High will overshadow you. Therefore the Holy One to be born will be called the Son of God. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy Spirit will come upon you. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും. The power of the Most High will overshadow you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. The Holy One to be born will be called the Son of God. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് Why did വിളിക്കപ്പെടും. Jesus have to come in this way? ഇങ്ങനെ ഒരു തരത്തിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് വന്നു? Salvation must come from the Lord. രക്ഷ ദൈവത്തിൽ നിന്ന് വരണമല്ലോ. The blood of goat and bulls and animals could not bring a permanent solution to the sinful
sinfulness of mankind. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെയോ ഒരു യാഗവസ്തുവിന്റെയോ രക്തം കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് So the പരിഹാരമാകില്ല. virgin birth made possible the uniting of the full deity and the full humanity in one person. ഒരു കന്യകയിൽ നിന്നുള്ള ജനനം യേശുക്രിസ്തുവിന്റെ ആ വ്യത്യസ്തത പ്രത്യേകത ആവശ്യമായിരുന്നു. That's why in John 3:16 we read, for God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have an everlasting life. God gave his only begotten son. അതുകൊണ്ടാണല്ലോ നമ്മൾ യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നത്, തന്റെ ഏതാനും പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Galatians chapter 4 verses 4 it says, but when the right time came, God sent his son, born of a woman, subject to the law. ഗലാത്യർ 4:4 നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചു. It made possible that God's true humanity, Christ true humanity without inheriting the sin. പാപം തന്നിൽ വരാതെ യേശുക്രിസ്തു മനുഷ്യജാതനായി. That's why Luke 1:35 we read that the holy one, the one will come out of you will be holy. അതുകൊണ്ടാണ് ലൂക്കോസ് 1:35 നാം വായിച്ചത്, ആ വിശുദ്ധ പ്രജ മറിയയിൽ നിന്ന് വന്നു. This is the reason, one of the reason why some other denominations of Christian branches, they claim that Mother Mary is holy and is without sin. അതുകൊണ്ടാണ് ചില ക്രിസ്തീയ വിഭാഗങ്ങൾ അവർ പഠിപ്പിക്കുന്നത് മറിയയിൽ പാപമില്ല എന്ന്. But I'm not going there, but I just brought that up. അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. But we also see that Jesus was fully human and fully divine by looking at the fact that he had weaknesses and limitations as a human. എന്നാൽ നാം കണ്ടതുപോലെ യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു. There are many verses, but Jesus had a human body. We know that. നമുക്കറിയാമല്ലോ യേശുവിന് ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. Jesus had a human mind. ഒരു മനുഷ്യ മനസ്സുണ്ടായിരുന്നു. Jesus had a human soul and human emotions. ഒരു ആത്മാവും തനിക്ക് വികാരങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യന്റെ. People near Jesus saw him only as a man. ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് യേശുവിന്റെ കൂടെ നടന്നവർ യേശുവിനെ കണ്ടത്. He was sinless. തനിക്ക് പാപമില്ലായിരുന്നു. And we read that in many places in the Bible. നാം വചനത്തിൽ പലയിടത്തും വായിക്കുന്നുണ്ടല്ലോ. So Jesus came into this world. His birth was not an ordinary birth. It was not a natural one. He came, and that's why he was born as from a virgin. ഒരു സാധാരണ ജനനമായിരുന്നില്ല. യേശുക്രിസ്തുവിന് ഒരു കന്യകയിൽ നിന്ന് താൻ ജനിച്ചു. Let me remind you a few more things before we get back to the verses here. Jesus Christ, when we talk about his deity, Jesus was not only fully human, but he was also fully divine. യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച് നാം പറയുമ്പോൾ നാം അറിയണം, യേശു ഒരു സമ്പൂർണ്ണ മനുഷ്യനും യേശു പൂർണ്ണ ദൈവവുമായിരുന്നു. So there are many direct claims in the scriptures about his divinity. യേശുവിന്റെ ദൈവികത്വത്തെ പറ്റി അനേകം കാര്യങ്ങൾ we just read, in the beginning was the word, and the word was with God, and the word was God. The word used there, theos, it talks about God, and it is used mainly for God the Father in New Testament, but there are several passages where it is also used to refer to Christ Jesus. യോഹന്നാൻ 1:1 ആ പദം ദൈവം എന്ന പദം തിയോസ്, അത് പിതാവായ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, ദൈവത്തെ പറയുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചും ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. It refers to the creator of everything we see, the heavens and the earth, and the ruler of all of those things. നാം കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെ കുറിച്ച് പറയുവാൻ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അധികാരമുള്ളവൻ. In 1 Corinthians chapter 8 verse 6 we see a word used about Jesus. Jesus is Kyrios or Kurios. We say he is the Lord. 1 കൊരിന്ത്യരിൽ നാം വായിക്കുമ്പോൾ കുറിയോസ് എന്ന ആ പദം, അത് യേശു കർത്താവാണ് എന്നുള്ള പദം നാം കാണുന്നു. In other words, it's the Lord and Master. കർത്താവും നാഥനും. When somebody accepts Jesus Christ, we ask them, have you received Jesus Christ as your Lord and Savior? നാം ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുമ്പോൾ നാം പറയും, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചോ? And he had many other attributes which puts him in the makes him divine. യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുവാൻ യേശുക്രിസ്തുവിന് മറ്റ് സവിശേഷതകൾ ഉണ്ടായിരുന്നു. When we look at Jesus, there were many attributes which only can be associated with God. ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന പല ഗുണങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് നാം He was വായിക്കുന്നുണ്ടല്ലോ. omnipotence.
യേശു സർവശക്തനാണ് ആണ്. And he had unlimited power. യേശുവിന് ശക്തിയുണ്ട്. He stalled the storm, or he stilled and calmed the storm. യേശു കാറ്റിനെയും കടലിനെയും കോളിനെയും He ശാസിച്ചു. multiplied the loaves and the fish. യേശു അപ്പത്തിനെ അധികമാക്കി. He changed water into wine. വെള്ളത്തിനെ വീഞ്ഞാക്കി. He was eternal, infinite, unending. തനിക്ക് അവസാനമില്ല. താൻ ആൽഫയും ഒമേഗയാണ്. Before Abraham was, Jesus was. അബ്രഹാമിന് മുൻപ് യേശു ആയിരുന്നു. Jesus said, I am the Alpha and the Omega. യേശു പറഞ്ഞു താൻ ആൽഫയും ഒമേഗയുമാണെന്ന്. He was omniscience. We say he knew everything. യേശുവിനെല്ലാം അറിയാമായിരുന്നു. He knew people's thoughts. യേശുവിന് മറ്റുള്ളവരുടെ ചിന്തകൾ Let me അറിയാമായിരുന്നു. stop there and say, he knows your thoughts. നമുക്കൊന്ന് ചിന്തിക്കാം, യേശുവിന് നമ്മുടെ ചിന്തകൾ അറിയാം. He knows everything about us. നമ്മളെ കുറിച്ച് എല്ലാം യേശുവിന് അറിയാം. He saw Nathanael under the fig tree. നഥാനിയേലിനെ തന്നെ മുന്നമേ കണ്ടു. He knew who will believe and who will despise or who will betray him. ആര് തന്നെ വിശ്വസിക്കും, ആര് തന്നെ ആശ്രയിക്കും, ആര് തന്നെ Jesus knew തള്ളിപ്പറയുമെന്ന് all. കണ്ടു. Jesus knows all things. എല്ലാം യേശുവിന് അറിയാം. He knows everything. യേശു സർവജ്ഞാനിയാണ്. Omnipresence of God was there in Jesus. യേശു സർവവ്യാപിയാണ്. It was not evident directly during their earthly ministry, but we read Jesus said, wherever 2 or 3 gather in my name, I am there. യേശു ഈ ലോകത്തായിരുന്നപ്പോൾ യേശുവിന്റെ ആ സർവ്വവ്യാപിത്വം അത് നമുക്ക് പലർക്കും മനസ്സിലായില്ല എങ്കിലും യേശു പറഞ്ഞു 2-3 പേർ കൂടി വരുന്നിടത്ത് താനുണ്ടെന്ന്. Matthew chapter 28 verses 28-20 during the Great Commission, what did Jesus say? Jesus said, I am going to be with you always till the end of the world. But he will always be there. He is there. യേശു മത്തായി 28 അവസാനം ശിഷ്യന്മാരെ അയക്കുമ്പോൾ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. When we look at the divine sovereignty of Jesus Christ, യേശുവിന്റെ he forgives sins. തനിക്ക് പാപം ക്ഷമിക്കുവാൻ കഴിയും. He had authority over eternal matters. തനിക്ക് നിത്യതയെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് തനിക്ക് When we അധികാരമുണ്ടായിരുന്നു. see about his immortality, he lives forever. യേശു നിത്യ ദൈവമാണ്. He is able to give eternal life to people. മനുഷ്യർക്ക് നിത്യജീവൻ നൽകുവാൻ തനിക്ക് കഴിയും. He is worthy of worship. താൻ ആരാധ്യനാണ്. This morning, as we have come to the presence of the Lord, കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, I'm not trying to do a Bible study here, but the reason I brought some of these things to you, ഈ ചില ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചത്, the God whom we serve is a living God. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. Our Lord Jesus, he is God. യേശു ദൈവമാണ്. When we pray to Jesus, don't think that he may know, he may not know. യേശുവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ അറിയാമായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും എന്ന് ചിന്തിക്കരുത്. Don't think that when we are lifting our hands or when we are praising God that we are doing something on our own. He knows everything. നാം കൈകൾ ഉയർത്തുമ്പോൾ, നാം പാട്ടുകൾ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ നാം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു ചിന്തിക്കരുത്. He was in the beginning. He was in the beginning. യേശു ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു. He was with God. യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു. He was God. യേശു ദൈവമായിരുന്നു. He was with God in the beginning. ആരംഭത്തിൽ തന്നെ യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു. The next verse 3 says, all things were created through him, and apart from him not one thing was created that had been created. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടെ ഉളവായില്ല എന്ന് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. In him was life, and life was the light of men. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. This light shines in the darkness, and yet the darkness did not overcome it. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുന്നില്ല. This morning, let me tell you, he created everything. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, യേശു എല്ലാം ഉണ്ടാക്കി. I want to tell you, we have to believe in miracles. നാം അത്ഭുതങ്ങളിൽ നാം വിശ്വസിക്കണം. We have to believe that God can do wonderful things. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും നാം അറിയണം. You know why? He is a creator. എന്തുകൊണ്ട്? ദൈവം സൃഷ്ടാവാണ്. And the New Testament church says that he can do anything. His plans, nobody can destroy his plans. പുതിയ നിയമസഭ നമ്മെ പഠിപ്പിക്കുന്നത്, Bible teaches, sorry. തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, ആർക്കും ദൈവത്തെ തകർക്കുവാൻ കഴിയുകയില്ല, ദൈവിക പദ്ധതികളെ തകർക്കുവാൻ കഴിയത്തില്ല. Also remember, as God gave the gifts to the church, there were many gifts given to the church. സഭയ്ക്ക് ദൈവം വരങ്ങൾ നൽകിയല്ലോ. And Holy Spirit works in through the gifts of the Holy Spirit. We know that. പരിശുദ്ധാത്മാവ് ആ വരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. But remember, he is a creator. He holds the power. എന്നാൽ ഓർക്കണം, യേശുവാണ് സൃഷ്ടാവ്, യേശുവിന് അധികാരമുണ്ട്. And then it talks about John's coming, but John very clearly told, I am not the one, I am only making the way.
താഴോട്ട് നാം വായിക്കുമ്പോൾ യോഹന്നാനെ കുറിച്ച് നാം വായിക്കുന്നു. എന്നാൽ യോഹന്നാൻ പറയുന്നത് ഞാൻ ഒരു വഴി ഒരുക്കുന്നു എന്ന് മാത്രം. He came as a witness to Jesus. താൻ ഒരു യേശുവിനൊരു സാക്ഷിയായി മുന്നിൽ വന്നു. So Jesus is God. യേശു ദൈവമാണ്. He was with God and he was God and he was in the beginning, he created everything. യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു, യേശു ദൈവമായിരുന്നു, യേശു എല്ലാം ഉളവായത് യേശുവിലൂടെയാണ്. When we come to the next portion, it talks about a very important aspect. അടുത്ത ഭാഗത്തിലേക്ക് നാം എത്തുമ്പോൾ വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. Verse 10 onwards says, he was in the world and the world was created through him, yet the world did not recognize him. 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. He came to his own and his own people did not receive him. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തവരായവരോ അവനെ കൈക്കൊണ്ടില്ല. But now listen, but to all who have received him, he gave them the right to become the children of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ Those അധികാരം who നൽകി. believe in his name. അവൻ യേശുവിന്റെ നാമം വിശ്വസിക്കുന്നവർ, who were born not of natural descent or of the will of flesh or of the will of man but of God. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷത്തിന്റെ ഇഷ്ടത്താലല്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. So those who believe have got a privilege. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്കൊരു അധികാരമുണ്ട്. But as many of them received him, God, he has given a great privilege. ആ വിശ്വസിക്കുന്നവർക്കാണ് അധികാരം നൽകിയിരിക്കുന്നത്. What is the privilege? എന്താണ് അധികാരം? He has given the right to become the children of God. ദൈവ മക്കളാകുവാനുള്ള അധികാരം. Those who believe in his name. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. I want to tell you, you may not, when we say that, children of God, it may not come with lot of force in your heart. പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ നാം ചിന്തിക്കുന്നത് അതിനൊരു ശക്തിയില്ല നമുക്ക് തോന്നും. No. You may not receive it with great force and awe of just knowing that I am a child of God. ഞാൻ ഒരു ദൈവ പൈതലാണ് എന്നുള്ളത് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഒരു ശക്തിയുള്ളതായി I still remember many years ago when I was in Myanmar. ഞാൻ മയൻമാറിലായിരുന്നപ്പോൾ, maybe I stirred the story. One day I was preaching, about 300 kids were sitting. ഒരിക്കൽ പ്രസംഗിച്ച 300-ൽ പരം കുഞ്ഞുങ്ങൾ കേൾക്കുകയായിരുന്നു. In a small, maybe a room which is little bigger than this. ഇതിനേക്കാളും അല്പം കൂടെ വലുതായിട്ടുള്ള ഒരു മുറി. But they all are sitting like this. Everybody is sitting like this. അവരിങ്ങനെ ചേർന്ന് ഒട്ടിയിരിക്കുകയാണ്. All jam packed. എല്ലാവരും ചേർന്നിരിക്കുന്നു. And as I was preaching, I was speaking. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, and I used a phrase. ഞാനൊരു വാചകം ഉപയോഗിച്ചു. I said, you are not an orphan. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു അനാഥനല്ല. There is a God who cares for you. നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. Even though you may not have anyone in this world, you are a child of God if you receive Jesus Christ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് മറ്റാരുമില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവമുണ്ട്, നിങ്ങൾ ദൈവമക്കളാണ്. And as I was speaking, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, I see many children crying. I could literally see them, the tears flowing their eyes. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്റെ മുൻപിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പലരും അവർ കരയുകയായിരുന്നു, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. At that time, that was one of the first day there. ആ മീറ്റിംഗിന്റെ ആദ്യത്തെ ആരംഭ ദിവസങ്ങളിലായിരുന്നു. So after that I asked our staff, why were they crying? അപ്പോൾ ഞാൻ ആ സ്റ്റാഫ് വർക്കേഴ്സിനോട് ചോദിച്ചു, അവരെന്തുകൊണ്ടാണ് ഈ കരയുന്നത്? He said, many have come from orphanages. They don't have father and mother. When you said about being, there is a God who is your father and you are not orphans, it just moved their deep. They just felt it in the heart. അവർ പലരും അവർ അനാഥരാണ്, അവർ അനാഥാലയങ്ങളിൽ നിന്ന് വന്നു, അവർക്ക് മാതാപിതാക്കളില്ല. ആ പറഞ്ഞ വചനം അവരുടെ ഹൃദയങ്ങളിൽ നന്നായി അത് പ്രവർത്തിച്ചു. So many times it may be difficult for us to even know, because sometimes we are more proud about our home here and our house name here and our all those things than the fact that we are the children of God. നമുക്കത് മനസ്സിലാക്കുവാൻ പലപ്പോഴും പ്രയാസമാണ്. കാരണം നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മുടെ വീടും കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനമുള്ളവരാണ്. പണ്ട് നമ്മൾ കാണുമ്പോൾ വീട് എവിടാ? We ask people, where do you live? And പിന്നെ വീട്ടുപേരെന്താ? What's your family name? ചിലർ വളരെ അഭിമാനത്തോടെ പറയും, ഞാൻ ഇന്ന വീട്ടിലെയാണ്. People will be very ഞാൻ ഇന്നടത്തെയാണ്, ഇന്ന സ്ഥലത്ത്. ചിലർക്ക് അവരുടെ ദേശത്തെ പറ്റി പറയുമ്പോൾ തന്നെ വലിയ അഭിമാനമാണ്. People are very proud to talk about their family and the land where they came from. ഞാൻ ഇന്നൊക്കെ പറയും. I am from here or I am like this. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ദൈവമക്കൾക്കുള്ള എന്താണെന്നറിയാമോ? But above any of those things, there is one privilege that a child of God has. ആകാശത്തെയും ഭൂമിയും സകലത്തെ ഉണ്ടാക്കിയവനായ ദൈവം എൻ്റെ പിതാവ്. എൻ്റെ ഭവനം ഇവിടെ ഉള്ളതല്ല. ഹല്ലേലൂയ. എൻ്റെ പൗരത്വമോ സ്വർഗ്ഗത്തിൽ.
The God who is the creator of heavens and the earth, he is my father. I do not belong here. My citizenship is in heaven. ആ കുഞ്ഞുങ്ങൾ എന്തിനാ കരഞ്ഞെന്നറിയാമോ? Do you know why those children cried? അവർക്ക് ആശ നഷ്ടപ്പെട്ടപ്പോൾ, അവർക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് കേട്ടപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു. Because there was a time they lost all hope, but they knew that there is a father in heaven for them. നമുക്ക് പലപ്പോഴും അത്രയൊന്നും ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകാറില്ല. Many times we don't have such emotional കാരണം നമ്മൾ experiences. ആ ഒരു അനാഥത്വം പലപ്പോഴും അനുഭവിച്ചിട്ടില്ലായിരിക്കാം. Because we have never felt that the feeling of being orphans. നിനക്ക് അനാഥത്വം അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ലയോ? ഒരു കാര്യം ഇന്ന് പകൽ പറയാം, അവനെ സ്വീകരിച്ച ഏവർക്കും അവനൊരു അധികാരം കൊടുത്തു. ദൈവ മക്കളായി തീരുവാനുള്ള അധികാരം അവൻ It കൊടുത്തിരിക്കുകയാണ്. doesn't matter whether you understand that or not, but if you received him, then he gave you the right to become the children of അതുകൊണ്ട് God. ഞാൻ പറയട്ടെ, ലോകത്തിൽ സകലരും നിന്നെ തഴഞ്ഞാലും, Let me remind you again, if everybody in this world forsakes you, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, if there's no one who comes along നിന്റെ with you, അകത്ത് ധൈര്യമുണ്ട്, ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ് മകളാണെങ്കിൽ ആ അന്ത്യത്തോളം നിനക്ക് നിൽക്കുവാൻ കഴിയും. if you have the confidence that I am the son or daughter of this living God, then you can stand firm till the end. ആ ഒരു എന്താ പറയുന്നത്, ധൈര്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. We should have that boldness and courage in ഞാൻ ourselves. യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, കൈക്കൊള്ളതുകൊണ്ട്, Because I received Jesus, ഹല്ലേലൂയ, ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ്. I belong to him. ഞാൻ അവനുള്ളതാണ്. I have been given the right to be his child. Those who receive Jesus Christ got this great privilege to become the children of God. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകുവാൻ അവകാശം Remember, കൊടുത്തു. not born of natural descent or of the will of flesh, but not by the will of man, but of God. ഓർക്കണം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇന്ന് പകല് ഞാനൊരു ദൈവ പൈതലാണെന്ന് സന്തോഷമുള്ളവർ മാത്രം ഒന്ന് കൈയുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. Today morning, all of you are joyful that you know that you are the children of God. Let's praise God. Amen. 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 Hallelujah. What a wonderful thing it is to know that I belong to a place. എത്ര മനോഹരമായ ഒരു ചിന്തയാണ് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് അറിയുന്നത്. I have a place. എനിക്കൊരു സ്ഥലമുണ്ട്. Sometimes we travel. നാം യാത്ര ചെയ്യുന്നവരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ ചെന്നാൽ, when we travel we say when I get back home. എന്നെ സംബന്ധിച്ചോളം വീടെന്ന് പറയുന്നത് വേറെ എങ്ങുമല്ല, ലോകത്തിലെ വീടെന്ന് പറയുന്നത് മിനസോട്ട. So for me, my house, it's in Minnesota. ഇന്നൂറ് രൂപയിൽ എത്തിയാലേ പറ്റത്തുള്ളൂ. And only when I reach Inver Grove. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. Many of you are not like that. നിങ്ങൾ പറയും ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ നാട്ടില്. Many of you will still claim that your home is back in Kerala. പലരും കനാൻ ദേശത്ത് എത്തിയിട്ടും ഇപ്പോഴും ഇസ്രായേലിനെ പറ്റി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. Many who have reached the land of Canaan but still are thinking about Egypt. അമേരിക്ക കനാൻ എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കല്ലേ. I did not say that America is Canaan but Canaan, but something. അതുകൊണ്ടാണ് എല്ലാത്തിനും അങ്ങോട്ടൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. So that's why many times you're not able to let go certain things. പൂർണ്ണ മനസ്സോടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. You're not able to do something with wholeheartedness. മനസ്സ് ഇപ്പോഴും അങ്ങ് കിടക്കുക. Because our heart is still there. Praise God. Amen. ശരിയല്ലേ പറഞ്ഞേ? Isn't that true? പക്ഷെ ഞാനൊരു കാര്യം പറയാം. But let me say this again, one more. നമ്മുടെ വീട് ഇതാണോ നാടാണോ എന്നൊന്നുമുള്ള വിഷയമേ അല്ല. It doesn't matter if it is in Kerala or here in Minnesota. ഒരു That's our land. ദൈവവൈതനിലകത്ത് ഒരു നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. Inside the heart of a child of God, there should be an assurance. എൻ്റെ ദേശം ഇവിടെയല്ല. My land, I don't belong ഇവിടെ here. ഞാൻ വെറും പരദേശി. I'm just a sojourner here. ഹല്ലേലൂയ. അക്കരെയാണ് എൻ്റെ നാട്. My land is beyond the shore. അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. There is a place that's been prepared for me. ഒരു പാട്ടുണ്ടല്ലോ, എൻ ഭവനം എത്ര മനോഹരം. There's a song like this, my home, it's so beautiful. അവിടെ ഒരുക്കുന്ന ഭവനത്തിനോട് തുല്യമായി ഈ ലോകത്തിൽ ഒരു ഭവനവും വരത്തില്ല. There's nothing which is comparable to what is being prepared for me in eternity. ഹല്ലേലൂയ. ഇവിടുത്തെ എല്ലാം it will come short of something or the other. Whatever which is here in this world, it'll fall short. ചിലരിങ്ങനെ പറയാറുണ്ടല്ലോ, People say like this, ഞാൻ താമസിക്കുന്ന വീട്ടിലെല്ലാം കൊള്ളാം, everything in my house is good. പക്ഷെ ഇതിനൊരു അറേഞ്ച്മെന്റ് ഇല്ല. But for this there should be ഇവിടെ a ഒരു change. ഇതെങ്ങനെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. It should be a little bit better here. ഇവിടെ ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. Here it should have been a little ഈ more മുറിക്ക് ഇപ്പോൾ spacious. സൈസ് വലുതായിരുന്നു നല്ലതായിരുന്നു. This room should have been a little അപ്പൊ bigger. എല്ലാത്തിനും എവിടെയെങ്കിലും ഒക്കെ കുറവുകളുണ്ട്. There is shortage in everything. പക്ഷെ കുറവൊന്നും ഇല്ലാത്ത ഒരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. But there is a home which is being prepared for us which does not have any നാം shortcoming. അവനുള്ള ജനമാണ്. We belong to him. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. We are his children. We are God's സന്തോഷമുള്ള children. കർത്താവിന് മഹത്വം കൊടുത്തേ. Let us thank God for that.
That says the word became flesh. Now ഇത്ര നേരം നമ്മൾ so far we have been talking about the word. The word was with God, word was in the beginning, the word was God. Now it says the word became flesh and dwelt among us. We observed his glory, the glory as the one and the only son from the Father. ഇതുവരെ നാം വായിച്ചുകൊണ്ടിരുന്നത് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ്. എന്നാൽ വചനം ഈ ലോകത്തിൽ ജഡരൂപം എടുത്ത് വസിച്ചു. The word became flesh. Verse 14, sorry, yeah, verse 14. The word became flesh. വചനം ജഡമായി തീർന്നു. And dwelt among us. നമ്മുടെ കൂടെ വസിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. We observed his glory, the glory as the one and the only son from the Father, full of grace and truth. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. And John testified about it by saying, യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷിച്ചത്, this was the one of whom I said, the one coming after me ranks ahead of me because he existed before me. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ Tell തന്നെ. me, who was the older cousin, John or Jesus? ഇവർ രണ്ടുപേരിലും ആരായിരുന്നു മൂത്തത്? Who was the older? ആരായിരുന്നു ഇവരിൽ മൂത്തത്? John was older, right? Jesus. Okay. യോഹന്നാൻ Pastor went spiritually. I was plainly, we all know that from a natural birth perspective, John, but John is saying he existed before me. ഈ ലോകത്തിൽ ജനിച്ചത് വെച്ച് നോക്കിയാൽ യോഹന്നാനായിരുന്നു ആദ്യം ജനിച്ചത്. എന്നാൽ യോഹന്നാൻ പറയുന്നു, യേശു എനിക്ക് മുൻപ് ഉള്ളവനായിരുന്നു. Indeed, we have all received grace upon grace from his fullness. 16. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. Remember, we have all received grace upon grace എല്ലാവർക്കും കൃപമേൽ കൃപ from ലഭിച്ചു his fullness. യേശുവിന്റെ നിറവിൽ നിന്ന്. For the law was given through Moses, but grace and truth came through Jesus Christ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം തന്നെ. Grace and truth came through Jesus. കൃപയും സത്യവും യേശുക്രിസ്തു No മുഖാന്തരം one വന്നു. has ever seen God, ദൈവത്തെ ആരും ഒരു the നാളും one and കണ്ടിട്ടില്ല. the only Son, who is himself God and is at the Father's side. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. He has revealed him. ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശുവാണ്. So this morning, ഇന്ന് പ്രഭാതത്തിൽ the God whom we serve, നാം സേവിക്കുന്ന ദൈവം, our Lord Jesus Christ, നമ്മുടെ കർത്താവായ യേശു, he came into this world, and as the Bible says, the word became flesh and dwelt among us. ഈ ലോകത്തിൽ താൻ വന്നു, നമ്മുടെ കൂടെ ജീവിച്ചു, ജഡശരീരമെടുത്ത്. The word became flesh and dwelt among us. വചനം ജഡമായി. John is writing this. When I say dwelt among us, in the literal sense, John is writing to the people that he dwelt among us. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനാണ് ഇത് എഴുതുന്നത്. വചനം ജഡമെടുത്ത് അവരുടെ കൂടെ വസിച്ചു The എന്ന്. word which was in the beginning, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, who was with God, ദൈവത്തോടു കൂടെ who ഉണ്ടായിരുന്ന was വചനം, God, ദൈവമായിരുന്ന വചനം, through whom everything was created. സകലവും ഉളവായത്. Nothing was created without him. ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല. He was the light of man. മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. Grace and truth came through him. കൃപയും സത്യവും അവനിലൂടെ വന്നു. He came to his own, but they did not receive him. തനിക്കുള്ളവരുടെ അടുക്കൽ വന്നു എങ്കിലും അവർ കൈക്കൊണ്ടില്ല. But yet everyone, those who received him, he gave them the right to become the child of God or children of God. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവകാശം നൽകി. We serve a mighty God. നാം ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. Irrespective of what people may say, മനുഷ്യർ എന്ത് പറയുന്നു എന്നുള്ള കാര്യമല്ല. believe upon the Bible, word of God. ദൈവവചനം നാം വിശ്വസിക്കുമ്പോൾ Always remember what is the scriptures telling. വചനം എന്താണ് തിരുവെഴുത്തുകൾ എന്താണ് പഠിപ്പിക്കുന്നത് നാം അറിയണം. There are many teachings out there. പല പഠിപ്പീരുകളുണ്ട്. Once I saw a man. ഞാൻ ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങനെ കണ്ടു. He said, I recently took baptism. ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ സ്നാനം ഏറ്റത്. I told him, I thought you are doing the ministry for long time. ഞാൻ മറുപടി പറഞ്ഞു, അനേകം കാലങ്ങളായിട്ട് മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. Then how did you take baptism recently? ഈ ഇടയ്ക്കാണോ സ്നാനമേറ്റത്? He said, no, I took baptism again. താൻ പറഞ്ഞത് ഞാൻ വീണ്ടും സ്നാനമെടുത്തു. I said, why? How? What happened? എന്തുകൊണ്ട്? എന്തിന്? So he explained to me. താൻ ഇങ്ങനെ I basically understood his thought and his belief upon Jesus completely changed. എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയും തന്റെ വിശ്വാസവും വളരെ വ്യത്യസ്തമായി അത് മാറി. He no more considered Jesus as God. താൻ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. There are many things like that.
അങ്ങനെ പല പഠിപ്പീരുകളുണ്ട്. But this morning, let me tell you, the Bible tells us and teaches us. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വചനം നമ്മെ In the പഠിപ്പിക്കുന്നത് beginning was the Word. ആദിയിൽ വചനമുണ്ടായിരുന്നു. In the beginning was Jesus Christ. Or Christ was in the beginning. ആദിയിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. And the Christ was with God. ക്രിസ്തു ദൈവത്തോടു കൂടെ ആയിരുന്നു. Christ was God. ക്രിസ്തു ദൈവമായിരുന്നു. He created, through him everything was created. സകലവും ക്രിസ്തു മുഖാന്തരം ഉളവായി. He came into this world. He became flesh. He came into this world. He took the form of man. ഈ ലോകത്തിൽ താൻ വന്നു, താൻ ജഡാവതാരം എടുത്തു. This word became flesh. He came down. ഈ വചനം അത് ജഡശരീരം We എടുത്തു. all know why he came. എന്തിനാണ് വന്നത് നമുക്ക് എല്ലാവർക്കും We അറിയാം. all know that he came to save humanity which was lost in sin. പാപത്തിൽ കഴിയുന്ന മനുഷ്യരാശിയെ രക്ഷിക്കുവാനാണ് താൻ വന്നത്. As many of them received him, he gave them the right to become the children of God. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവകാശം This നൽകി. morning, what a privilege it is to know this Lord. എത്ര മനോഹരമായ ഒരു അവസ്ഥയാണ് ദൈവത്തെ അറിയുന്നത്. What a privilege. Don't think that you are inferior because of your faith. I want to tell you, not in an arrogant or proud way, but you are superior because you know the Creator God. ഒരു അഹങ്കാരത്തിന്റെ തലത്തിൽ നിന്നല്ല ഈ പറയുന്നത്. എന്നാൽ നമുക്ക് ക്രിസ്ത്യാനികളായ നമുക്ക് ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ നമുക്കറിയാം. Sometimes even Christians, they are ashamed and they are afraid that if I tell I believe Jesus, people will say, are you crazy? പലപ്പോഴും ക്രിസ്ത്യാനികളായ നാം ചിന്തിക്കുന്നത്, നാം ഒരു പൊതുസ്ഥലത്ത് നാം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുമെന്നാണ്. When somebody asked, oh, in this century also do you believe in Jesus? ഈ കാലഘട്ടത്തിലും നീ യേശുവിനെ വിശ്വസിക്കുന്നു? Because there are so many people who think that Jesus was not God. യേശു ദൈവമല്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. But let's trust in what the Bible says. എന്നാൽ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. Can we all close our eyes? But we can stand. I would like the people who play instruments, please come forward. Can we all look unto Jesus this morning? നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. We are living in times where so many things are happening, where people are trying to demean the name of Jesus. യേശുവിന്റെ നാമം, യേശുവിന്റെ പേര് അത് താഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. There are so many who wants to mock Jesus. യേശുവിനെ കളിയാക്കുവാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. And there are many who wants to belittle what Jesus has taught and belittle Jesus and the followers of Jesus. യേശുവിനെ പിൻപറ്റുന്നവരെ, യേശുവിന്റെ പഠിപ്പീരുകളെ, യേശുവിനെ കൊച്ചാക്കുന്നവർ അനേകരുണ്ട്. But this morning, let me encourage you. എന്നാൽ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ധൈര്യപ്പെടുത്തട്ടെ. Hallelujah. May the world mock whatever they do, but in our heart, let's have a reverence for who our Lord Jesus is. ഈ ലോകം പരിഹസിക്കുമായിരിക്കും, എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ യേശു ആരെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us all close our eyes and pray in the presence of the Lord. അവൻ ആരാണെന്ന് നമുക്ക് നോക്കാം. Hallelujah. Who is he? നിങ്ങൾ യേശുവിനെ പറ്റി എന്ത് പറയും? What do you say about Jesus? ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പറയാം, യേശുവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അങ്ങക്ക് തരേണ്ട ബഹുമാനം തരാതെ പോയിട്ടുണ്ടെങ്കിൽ യേശു കർത്താവേ, ഇന്ന് പകൽ ഒരിക്കൽ കൂടെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഐ സറണ്ടർ മൈസെൽഫ് ലോർഡ്. എവിടെയെങ്കിലും ഞാൻ ലജ്ജിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്താതെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്നോട് ക്ഷമിക്കണമേ. Help me, Lord, if I have stood somewhere and I felt ashamed to proclaim or to say that I am your child, forgive. I count this as a privilege. ഞാനിതൊരു വലിയ പദവിയായിട്ട് ഏറ്റെടുക്കുകയാണ് കർത്താവേ, that I am a child of God. ഞാനൊരു ദൈവ പൈതൽ എന്നുള്ളത് ഒരു വലിയ പദവിയായിട്ട് ഏറ്റെടുക്കുന്നു. Hallelujah. What a privilege it is that we are the children of God. We are the children of God. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. We are the children of God. Hallelujah. Yohanan, the same John, later when he is seeing that vision, യോഹന്നാന് ആ ദർശനം കാണുമ്പോൾ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ്റെ ദർശനം ഇങ്ങനെയാണ്: 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, 7 രാജാമുടി ശിരസത്തിൽ ധരിച്ച്, 7 പൊന്നിലവിളക്കുകളിൻ നടുവിൽ എഴുന്നള്ളി വന്ന്, ഹീസ് ദ വൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് 7 lamps.